ഹായ് നമസ്തേ എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. ഞാൻ മുംബൈ മലയാളി വീണ്ടും രാഷ്ട്രീയവുമായി കൂട്ടിക്കിണക്കിയ ഒരു വീഡിയോവുമായി വരികയാണ് നിങ്ങളുടെ മുൻപിൽ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ആർക്കെങ്കിലും പ്രത്യേകമായി അതിന് എതിരെ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒക്കെ ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് അറിയിക്കാൻ കിട്ടും. അതിന് നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. ശരി, വീഡിയോയിലേക്ക് വരും. നമ്മുടെ ഇപ്രാവശ്യത്തെ നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പം പാർലമെൻറ്റിലേക്ക് കുറച്ച് ഗർജിക്കുന്ന സിംഹങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഗർജിക്കുന്ന സിംഹങ്ങൾ എന്ന് പറയുമ്പോൾ ഇലക്ടറൽ സംവിധാനത്തിലൂടെ തന്നെ അവർ ജയിച്ച് അവർക്ക് ഒരു പരാതിയുമില്ല അപ്പോഴൊന്നും ജയിച്ച് വന്നതിനെക്കുറിച്ച് നല്ല അല്ലാത്ത സമയത്തൊക്കെ അവർ വോട്ടിംഗ് മെഷീനെയും ഇലക്ഷൻ സംവിധാനങ്ങളെയും ഒക്കെ പരാതി പറയുകയൊക്കെ ചെയ്യും വിജയം കൈവരിച്ചില്ലെങ്കിൽ. ഏതായാലും ജയിച്ച് വന്ന രണ്ട് ഗർജിക്കുന്ന സിംഹങ്ങൾ അവരുടെ പ്രകടനങ്ങൾ നമുക്കൊന്ന് കണ്ടു കളയാം. അതാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ്. അത് ഞാൻ തികച്ചും അതൊരു ഒരു ഹാസ്യമായ ശൈലിയിൽ അവതരിപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇങ്ങനെയാണോ നമ്മുടെ ഗർജിക്കുന്ന സിംഹങ്ങൾ അല്ലെങ്കിൽ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വങ്ങൾ പെരുമാറേണ്ടത് എന്ന് നിങ്ങളോട് ഒന്ന് ചിന്തിച്ചു കേട്ടോ. എന്നിട്ട് വീഡിയോ കണ്ടിട്ട് പറയും. ശരി, പോകാം വീഡിയോയിലേക്ക്. BJP headquarters having a washing machine to clean up the corrupt people. He clean up the corrupt people. They talked about very big about others come. And where is the others come? They talked about the biggest irrigation scam. Where is the person who done this irrigation scam? Washing machine. Washing machine cleaned out all of these people. Okay, well and good. Sir, despite all these facts, without ED, without income tax, without anybody, without any media help, we got 237 seat India Alliance. That is the moral victory. Clearly, morally. നമ്മൾ കണ്ടിടത്തോളം ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ. ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലെ ദൂഷ്യങ്ങൾ എന്താണെന്ന് ഇനി ചോദിക്കും. ഇദ്ദേഹം സഭാ നടപടികൾ നടക്കുമ്പോൾ അധ്യക്ഷനായ സ്പീക്കറെ നോക്കി അല്ല കൂടുതൽ നേരവും സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ പുറകിലിരിക്കുന്ന ബെഞ്ചിലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മറ്റ് സഹപ്രവർത്തകരായ പാർലമെൻറ്റേറിയൻസിനെ നോക്കിയാണ് ഈ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊന്ന്. പിന്നെ നമ്മുടെ മഹാദേവ് പരമശിവൻ്റെ ചിത്രം കാണിച്ചുകൊണ്ട് അദ്ദേഹം കാണിച്ചപ്പോൾ തന്നെ അതിനെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അതങ്ങനെയല്ല, അങ്ങനെ ഒരു ചിത്രവും കാണിച്ചുകൊണ്ട് സഭയിൽ പ്രസൻറ്റ് ചെയ്തുകൊണ്ടോ കാണിച്ചുകൊണ്ടോ ഷോ ചെയ്തുകൊണ്ടോ പാടില്ല എന്ന് സഭാധ്യക്ഷൻ സ്പീക്കർ അദ്ദേഹത്തെ വിലക്കി പറഞ്ഞപ്പോൾ അത് നിയമസംഹിത പഠിക്കാത്തത് കൊണ്ടാണ്, ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിനോട് കറക്റ്റ് ചെയ്യേണ്ടി വന്നു. അദ്ദേഹം അത് കേൾക്കാതെ ശിവജിയുടെ ചിത്രം കാണിക്കരുതെന്നാണോ എന്ന് മനാക്കർ റേക്ക എന്നാണ് ചോദിക്കുന്നത്. ശിവജി കാ പിക്ചർ മനാക്കർ റേക്ക. ഇപ്പോൾ ശിവജി എന്ന് അദ്ദേഹം ഉപയോഗിക്കുന്നു. ഒരു പരമോ നമ്മുടെയൊക്കെ ഹിന്ദു ദൈവങ്ങളിൽ വിശ്വാസമുള്ളവർക്ക് ഹൈന്ദവ ദൈവങ്ങളെ അവഹേളിക്കുന്ന രീതിയിൽ ശിവജി സാധാരണ ജി എന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യ വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ അങ്ങനെയൊക്കെ പറയാറുള്ളത്. അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടതെന്ന് ഓർത്തോണം. ഇതൊക്കെയാണ് അദ്ദേഹം പഠിക്കേണ്ടിയിരിക്കുന്ന ബാലപാഠങ്ങൾ. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ തിരിച്ചു മറുപടി പ്രസംഗത്തിൽ ബാലക് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് യാതൊരു തെറ്റും ആർക്കും പറയാൻ സാധിക്കില്ല. അദ്ദേഹം ഇനിയും പഠിക്കട്ടെ, പഠിച്ചു വളരട്ടെ. पूरे हिंदू समाज को हिंसक कहना नरेंद्र मोदी जी पूरा हिंदू समाज नहीं है, बीजेपी पूरा हिंदू समाज नहीं है. By showing an image of our refuge, okay? सर शिव जी की फोटो नहीं दिखा सकते सर? एक मिनट माननीय सदस्य, सर शिव जी की फोटो मना है सर? एक मिनट सर मना है तो कर देता हूं. नो एक मिनट प्लीज. आपने सवाल उठाया, आपके माननीय सदस्यगण 353 का नियम बता रहे थे, 352 का नियम बताया. नो 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 प्लीज प्लीज प्लीज.
ने कहा इस नियम प्रक्रिया से सदन चलना चाहिए। नियम प्रक्रिया में कोई भी प्ले कार्ड, कोई भी चिन्ह को सदन में नहीं दिखाया जा सकता। आपने कहा नियम से, ऐसा नहीं है। മറ്റൊരു ഗുരുതരമായ തെറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം വളരെ നേരം സ്പീക്കർക്ക് പുറംതിരിഞ്ഞ് സഭയെ നോക്കി നിന്നു. അങ്ങനെ ആ ബാലകനായ പ്രതിപക്ഷ നേതാവിനെ കർക്കശത്തോടുകൂടി സഭാധികാരി വിലക്കുകയും ചെയ്തു. നമ്മൾ കണ്ടിടത്തോളം ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലെ ദൂഷ്യങ്ങൾ എന്താണെന്ന് ഇനി ചോദിക്കും. ഇദ്ദേഹം സഭാ നടപടികൾ നടക്കുമ്പോൾ അധ്യക്ഷനായ സ്പീക്കറെ നോക്കി അല്ല കൂടുതൽ നേരവും സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ പുറകിലിരിക്കുന്ന ബെഞ്ചിലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മറ്റ് സഹപ്രവർത്തകരായ പാർലമെൻറ്റേറിയൻസിനെ നോക്കിയാണ് ഈ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊന്ന്. പിന്നെ നമ്മുടെ മഹാദേവ് പരമശിവൻ്റെ ചിത്രം കാണിച്ചുകൊണ്ട് അദ്ദേഹം കാണിച്ചപ്പോൾ തന്നെ അതിനെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അതങ്ങനെയല്ല, അങ്ങനെ ഒരു ചിത്രവും കാണിച്ചുകൊണ്ട് സഭയിൽ പ്രസൻറ്റ് ചെയ്തുകൊണ്ടോ കാണിച്ചുകൊണ്ടോ ഷോ ചെയ്തുകൊണ്ടോ പാടില്ല എന്ന് സഭാധ്യക്ഷൻ സ്പീക്കർ അദ്ദേഹത്തെ വിലക്കി പറഞ്ഞപ്പോൾ അത് നിയമസംഹിത പഠിക്കാത്തത് കൊണ്ടാണ്, ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിനോട് കറക്റ്റ് ചെയ്യേണ്ടി വന്നു. അദ്ദേഹം അത് കേൾക്കാതെ ശിവജിയുടെ ചിത്രം കാണിക്കരുതെന്നാണോ എന്ന് മനാക്കർ റേക്ക എന്നാണ് ചോദിക്കുന്നത്. ശിവജിക്ക മനാക്കർ റേക്ക. ഇപ്പോൾ ശിവജി എന്ന് അദ്ദേഹം ഉപയോഗിക്കുന്നു. ഒരു പരമോ നമ്മുടെയൊക്കെ ഹിന്ദു ദൈവങ്ങളിൽ വിശ്വാസമുള്ളവർക്ക് ഹൈന്ദവ ദൈവങ്ങളെ അവഹേളിക്കുന്ന രീതിയിൽ ശിവജി. സാധാരണ ജി എന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യ വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ അങ്ങനെയൊക്കെ പറയാറുള്ളത് എന്നാണ് പറയേണ്ടതെന്ന് ഓർത്തോണം. ഇതൊക്കെയാണ് അദ്ദേഹം പഠിക്കേണ്ടിയിരിക്കുന്ന ബാലപാഠം. അപ്പോൾ നമ്മൾ പ്രധാനമന്ത്രി തന്നെ തിരിച്ചു മറുപടി പ്രസംഗത്തിൽ ബാലക് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് യാതൊരു തെറ്റും ആർക്കും പറയാൻ സാധിക്കില്ല. അദ്ദേഹം ഇനിയും പഠിച്ചു വളരട്ടെ. അപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ ശ്രീ വേണുഗോപാൽജിക്കും എല്ലാവിധ ആശംസകളും എല്ലാവിധ നന്മകളും നേരട്ടെ. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.